അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടുള്ളതായ കാര്യങ്ങൾ അറിയുവാനായിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ്. നല്ല പരിശ്രമത്തിലൂടെ ദൈനംദിന ജീവിതത്തിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കുന്നതായിട്ടുള്ള മകം നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ളതായ ധൈര്യവും മനോബലവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ കാണുന്നത്. മകൻ നക്ഷത്രം ചിങ്ങം രാശിയിലാണ് വരുന്നത്. ചിങ്ങം രാശിയുടെ അധിപനായിട്ടുള്ള സൂര്യൻ സെപ്റ്റംബർ മാസത്തിലെ ജന്മരാശിയിലും 2ാം ഭാവത്തിലുമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മകൻ നക്ഷത്രക്കാരിലെ മനസ്സിനും നിത്യജീവിതത്തിലും ഉണ്ടായിരുന്നതായിട്ടുള്ള തടസ്സങ്ങളെയും വിഷമതകളെയും തരണം ചെയ്ത് പുതിയ പുതിയ ചിന്തകളിലൂടെ കുടുംബജീവിതത്തിലും ദൈനംദിന ജീവിതത്തിലൂടെ നല്ല രീതിയിലുള്ളതായ പരിവർത്തനങ്ങളും മാറ്റങ്ങളും വന്നു ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ ആശ്വാസവും മനോബലവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ കാണുന്നത്. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 5ാം ഭാവനാഥനും മൂലക്ഷേത്രനാഥനും കൂടിയായിട്ട് അഷ്ടമഭാവമായിട്ടുള്ളതായ മീനം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 5ാം ഭാവനാഥനും മൂലക്ഷേത്രനാഥനും കൂടിയായിട്ട് അഷ്ടമഭാവമായിട്ടുള്ളതായ മീനം രാശിയില് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ സെപ്റ്റംബർ മാസത്തില് ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവത്തെ ഈ കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തില്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠിപ്പിൻ്റെ കാര്യങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. എന്നാലോ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ളതായ ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. മകൻ നക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ മാസത്തില് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾ വന്നു കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തില്. എന്നാൽ ഈ ഗുണഫലങ്ങളൊക്കെ നമ്മളോട് ചേർന്നുണ്ടെങ്കിലും സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിന് അഷ്ടമാധിപത്യം ഉള്ളത് കൊണ്ട് മകം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഈ സമയത്ത് പ്രത്യേകിച്ച് ഭക്ഷണ ക്രമീകരണങ്ങളും മുടങ്ങാതെയുള്ളതായിട്ടുള്ള വ്യായാമവും ഈശ്വരീയമായിട്ടുള്ള പ്രാർത്ഥനയും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അപവാദങ്ങളും അപരാധങ്ങളും ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ്. 4ാം ഭാവാധിപതിയും ഭാഗ്യാധിപതിയുമായിട്ടുള്ളതായ ചൊവ്വ കർമ്മസ്ഥാനത്ത് യോഗം ചെയ്യുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തില്. അതുകൊണ്ട് മകൻ നക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ മാസത്തില് ഭാഗ്യപരമായിട്ടുള്ളതായ ശ്രേയസ് കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. വ്യാപാര വ്യവസായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരില് കഴിഞ്ഞു പോയിട്ടുള്ള കുറേ മാസങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്നതായിട്ടുള്ള വിഷമതകളിൽ നിന്നൊക്കെ മാറ്റം വന്ന് വ്യാപാര വ്യവസായ രംഗത്ത് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാലോ എന്നുള്ളതായിട്ടുള്ള മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ കാണുന്നത്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഉണർവ് കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. പ്രത്യേകിച്ച് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാൻ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ.
ജോലി സംബന്ധമായിട്ട് കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും ലാഭകരമായിട്ടുള്ളതായ ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് 10ാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയുടെ ദൃഷ്ടി മകം നക്ഷത്രക്കാരുടെ 4ാം ഭാവമായിട്ടുള്ള ചൊവ്വയുടെ സ്വക്ഷേത്രത്തിലേക്ക് വരുന്നത് കൊണ്ട് ഈ സമയത്ത് ഭൂമി സംബന്ധമായിട്ടും ഗ്രഹസംബന്ധമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. കൂടാതെ വീട് പണിയുന്നവരിലായാലും വീടിൻ്റെതായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് വീട് ഭംഗി കൂട്ടുവാനും സാധിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. കൂടാതെ വാഹന സംബന്ധമായിട്ടും കൊടുക്കൽ വാങ്ങലുകൾക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ കാണുന്നത്. തങ്ങളുടെ മനസ്സ് ആഗ്രഹിച്ച പ്രകാരം ഭംഗിയുള്ളതായിട്ടുള്ളൊരു വാഹനം വാങ്ങിക്കാൻ യോഗം കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തില്. ബുധനാണ് എങ്കില് 2ാം ഭാവത്തില് സ്വക്ഷേത്ര ബലവാനായിട്ടും മൂലക്ഷേത്രനാഥനായിട്ടും നിൽക്കുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തില്. ലാഭാധിപനും കൂടിയാണ് ഈ പറയുന്ന ബുധൻ. അതുകൊണ്ട് മകം നക്ഷത്രക്കാരില് ഈ സെപ്റ്റംബർ മാസത്തില് കുടുംബ ജീവിതത്തില് കുറേ അധികം ശുഭഫലങ്ങൾ കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് മനസ്സന്തോഷവും അഭിവൃദ്ധിയും ആത്മബന്ധവും കൂടുതലായിട്ടും കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. കുടുംബത്തിൻ്റെതായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അധിക സമയം ജോലി ചെയ്യുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. കൂടാതെ 6ാം ഭാവാധിപതിയും നിവൃത്തിനാഥനുമായിട്ടുള്ളതായ ശനീശ്വരൻ സ്വക്ഷേത്ര ബലവാനായിട്ട് 6ാം ഭാവമായിട്ടുള്ള മകരം രാശിയിൽ നിൽക്കുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തില്. അതുകൊണ്ട് തൻ്റെ മനസ്സിൽ നിലനിന്നിരുന്നതായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായിട്ടും സത്യസന്ധമായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തില്. പ്രത്യേകിച്ച് ഈ സമയത്ത് ദുരിത നിവാരണാർത്ഥമായിട്ട് വിഷ്ണു ക്ഷേത്രത്തില് ലക്ഷ്മി നാരായണ പൂജ ചെയ്യുന്നത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഭഗവാന് ചുറ്റുവിളക്ക് ചെയ്യുന്നതും ശാസ്താവിന് നെയ്വിളക്ക് നീരാഞ്ജനം ചെയ്യുന്നതും ദേവീക്ഷേത്രത്തില് കുടുംബ ഐശ്വര്യത്തിനായിക്കൊണ്ട് ഭഗവതി സേവ ചെയ്യുന്നതൊക്കെ ഈ സമയത്ത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത്.